ലേണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മിസ്സിന്റെ കുഞ്ഞുങ്ങളെല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുന്നോ? അപ്പൊ ടീച്ചർ ഇന്ന് നല്ല അടിപൊളിയായിട്ട് എന്റെ മക്കൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതേ നോക്കിക്കേ, നിങ്ങൾ എല്ലാവരും അല്ലേ ഒരു പാട്ടൊക്കെ കേൾക്കുന്നില്ലേ? നമ്മുടെ ജിംഗിൾ ബെൽ സോങ് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടല്ലേ? അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെന്താ മിസ് ഇന്ന് പാട്ടൊക്കെ ആയിട്ട്, എന്താ ക്രിസ്മസ് ആയോന്നല്ലേ? ക്രിസ്മസ് ആയിട്ടില്ല, പക്ഷെ ഇതാ ക്രിസ്മസ് ഇങ്ങനെ നമ്മളെ കാത്തിരിപ്പുണ്ടല്ലേ, കാത്തിരിപ്പുണ്ട്. അപ്പൊ നമ്മുടെ ഒരുമയുടെ ആഘോഷം എന്നുള്ള പാഠഭാഗത്തില് നമ്മൾ വിവിധ തരം ആഘോഷങ്ങളെ കുറിച്ച് ഇങ്ങനെ പഠിച്ചു തുടങ്ങിയില്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം ഓണത്തെ കുറിച്ച് പഠിച്ചു അല്ലെ, പെരുന്നാളിനെ കുറിച്ച് പഠിച്ചു. അപ്പൊ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ക്രിസ്മസ് വിശേഷങ്ങൾ കേട്ടാലോ? കുറച്ച് ക്രിസ്മസ് വിശേഷങ്ങൾ കേൾക്കാം. അപ്പോ എല്ലാ മക്കളും ദേ ഓടി വന്നേ, നമുക്ക് കുറച്ച് ക്രിസ്മസ് വിശേഷങ്ങൾ കേൾക്കാം. പക്ഷെ നമ്മുടെ ആരുടെ ക്രിസ്മസ് വിശേഷ കേൾക്കുന്നതെന്ന് അറിയാവോ? നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നതേ ജോസൂട്ടിയുടെ ക്രിസ്മസ് വിശേഷ. ആരുടെ ക്രിസ്മസ് വിശേഷ? ജോസൂട്ടിയുടെ ക്രിസ്മസ് വിശേഷം. അപ്പൊ ജോസൂട്ടിയുടെ ക്രിസ്മസ് വിശേഷം അറിയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും താല്പര്യമില്ലേ? എങ്കിൽ പോന്നോ, നമുക്ക് കേൾക്കാം കേട്ടോ. റെഡി? അപ്പൊ ഈ ജോസൂട്ടി ആരാന്നറിയോ നിങ്ങൾക്ക്? ജോസൂട്ടി എന്ന് പറയുന്നത് നിങ്ങളെ പോലെ തന്നെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മിടുക്കനാണ്. ദാ കണ്ടോ, ഇതാണ് നമ്മുടെ ജോസൂട്ടി അല്ലേ? നല്ല മോനാണ് കേട്ടോ. അമ്മയും അച്ഛനും ഒക്കെ പറയുന്നത് നമ്മുടെ ജോസൂട്ടി കേൾക്കും. അതേപോലെ തന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ ആഘോഷങ്ങളിലൊക്കെ നല്ല അടിപൊളിയായിട്ട് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ. എല്ലാ ആഘോഷങ്ങളും അവൻ എന്ത് ചെയ്യും? നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കും. ഇപ്പൊ ഓണം വന്നപ്പോ ഇല്ലേ, പൂക്കൾ പറിക്കാനും പൂക്കൾ ഇടാനും ഒക്കെ നമ്മുടെ ജോസൂട്ടി മുന്നേ തന്നെയായിരുന്നു. അപ്പൊ ഇപ്പൊ ക്രിസ്മസ് വരാൻ പോവല്ലേ. അപ്പൊ ക്രിസ്മസിനും എന്ത് ചെയ്യാണ് ജോസൂട്ടി അടിപൊളിയായിട്ട് എന്ത് ചെയ്യും? എല്ലാത്തിലും അല്ലെ, എല്ലാ പരിപാടികൾക്കും ജോസൂട്ടി ആഘോഷമായിട്ട് പങ്കെടുക്കും. അപ്പൊ നമ്മുടെ ജോസൂട്ടിയുടെ ക്രിസ്മസ് വിശേഷങ്ങളാണ് നമ്മളിപ്പൊ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് നോക്കാം അല്ലെ. അപ്പൊ ജോസൂട്ടി എന്താ പറയുന്നേ? ഇതേ നോക്കിക്കേ, ജോസൂട്ടി എന്താ പറയുന്നേ? ഹായ് കൂട്ടുകാരെ, ഹായ് കൂട്ടുകാരെ, നിങ്ങളെയാണ് ജോസൂട്ടി വിളിക്കുന്നത്. എന്താ പറയുന്നേ? ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് വളരെ സന്തോഷത്തിലാണ് അല്ലെ. ജോസൂട്ടി പറയാണ് ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. എന്താ കാരണം അറിയാവോന്ന് ചോദിച്ചു അല്ലെ. ജോസൂട്ടി ചോദിക്കുക, ഞാനിങ്ങനെ ഹാപ്പി ആയതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോന്ന്. അപ്പൊ കാരണം എന്താണ്? ദേ ക്രിസ്മസ് വന്നല്ലോ അല്ലേ, ക്രിസ്മസ് വന്നല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് അല്ലെ, നമ്മൾ മലയാളികളും അതേപോലെ തന്നെ എല്ലാവരും എന്ത് ചെയ്യാറുണ്ട്? ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട് അല്ലെ, ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് അല്ലെ ക്രിസ്മസ്. എന്തുകൊണ്ടാ ക്രിസ്മസ് നമുക്ക് ഇത്ര ഇഷ്ടം എന്ന് പറയുന്നത്? ഒന്നാമത്തെ കാര്യം എന്താണ്? സ്കൂളൊക്കെ അടയ്ക്കും അല്ലെ. ക്രിസ്മസ് അവധിക്ക് വേണ്ടിയിട്ട് സ്കൂളൊക്കെ അടയ്ക്കും. അപ്പൊ മക്കൾക്ക് ഇഷ്ടമാണ് അല്ലെ, അവധിയൊക്കെയാണ്, പിന്നെ കളിച്ച് രസിച്ച് നടക്കാം അല്ലെ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ എന്തായാലും അല്ലെ അവധി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പൊ ക്രിസ്മസ് ആകുമ്പോൾ എന്തായാലും അവധി കിട്ടും, സ്കൂൾ അടയ്ക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയുടെ വീട്ടിൽ പോവാ അല്ലെ, ചേട്ടന്മാരുടെ വീട്ടിൽ പോവാ, അങ്കിൾസിന്റെ വീട്ടിൽ പോവാ, ആന്റിയുടെ വീട്ടിൽ പോവാ അല്ലെ. നല്ല സുഖമായിട്ട് നല്ല അടിച്ചു പൊളിച്ചിരിക്കുക അല്ലെ. അത് മാത്രല്ല പിന്നെന്താ വിശേഷം? നമുക്ക് എന്ത് ചെയ്യാം? നക്ഷത്രങ്ങളൊക്കെ തൂക്കാം അല്ലെ, നക്ഷത്രങ്ങളൊക്കെ തൂക്കാം. ക്രിസ്മസ് ആവുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ, എല്ലാവരും എന്ത് ചെയ്യാറുണ്ട്? വീടുകളിൽ ഇങ്ങനെ നക്ഷത്രങ്ങൾ തൂക്കാറുണ്ട് അല്ലെ, നക്ഷത്രങ്ങൾ തൂക്കാറുണ്ട്. അപ്പൊ നമ്മൾ എന്തിനാ ക്രിസ്മസ് ആഘോഷിക്കുന്നത് നിങ്ങൾക്ക് അറിയാവോ? എന്തിനാ ക്രിസ്മസ് ആഘോഷിക്കുന്നത്? നമ്മള് ഉണ്ണിയേശു അല്ലെ, ഉണ്ണിയേശു ജനിച്ചതിന്റെ ഒരു സന്തോഷത്തിൽ അല്ലെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്രിസ്മസ് ആഘോഷിക്കുന്നത് അല്ലെ, ക്രിസ്മസ് ആഘോഷിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നക്ഷത്രങ്ങൾ തൂക്കും അല്ലെ, നക്ഷത്രങ്ങൾ തൂക്കും. പിന്നെന്തൊക്കെയാ ചെയ്യാറ്? പുൽക്കൂടൊരുക്കും അല്ലെ, പുൽക്കൂടൊരുക്കും അല്ലെ. നന്നായിട്ട് എന്ത് ചെയ്യും? നമ്മൾ കുറേ ഭംഗിയിലല്ലേ പുൽക്കൂടുകൾ ഒരുക്കാറുണ്ട്. എന്റെ മക്കൾ പുൽക്കൂടുകൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെയാണല്ലേ പുൽക്കൂട് ഉണ്ടാവുക. പുൽക്കൂട് കണ്ടിട്ടില്ലേ? നമ്മൾ എന്ത് ചെയ്യും? ക്രിസ്മസ് ആകുമ്പോ അല്ലെ കുഞ്ഞുങ്ങളെല്ലാവരും ചേർന്നിട്ടല്ലേ വീട്ടിലെ ചേച്ചിമാരോടൊപ്പം അച്ഛന്മാരുടെ കൂടെ അമ്മമാരുടെ ഒക്കെ കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്യും? പുൽക്കൂട് ഒരുക്കാറുണ്ട് അല്ലേ, പുൽക്കൂട് നമ്മൾ ഒരുക്കാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും നമ്മൾ പുൽക്കൂട് ഒരുക്കുന്നത്? നമുക്കറിയാം അല്ലെ, നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്മസ് അല്ലെ, നമ്മളെ യേശു ക്രിസ്തു അല്ലെ, ജീസസ് ജനിച്ചിരിക്കുന്നത് എവിടെയാണ്? പുൽക്കൂട്ടിലാണെന്നല്ലേ, പുൽക്കൂട്ടിലാണ്. അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് അല്ലെ, അതിന്റെ ഒരു സന്തോഷ സൂചകമായിട്ടാണ് അല്ലെ നമ്മൾ എന്ത് ചെയ്യാറ്?
പുൽക്കൂട് ഒരുക്കാറ് അല്ലെ, പുൽക്കൂട് ഒരുക്കാറ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ക്രിസ്മസ് ആവുന്ന സമയത്ത് അല്ലെ, ക്രിസ്മസ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, പുൽക്കൂടുകൾ ഒരുക്കാറുണ്ട് അല്ലെ, പുൽക്കൂടുകൾ ഒരുക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് പണികൾ ഉണ്ട് അല്ലെ ക്രിസ്മസ് ആവുന്ന സമയത്ത്. അപ്പൊ ഈ ക്രിസ്മസിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ജോസൂട്ടി ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ ആവേശത്തിൽ നിൽക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് എന്ത്, ജോസൂട്ടിയുടെ സന്തോഷം എന്ന് പറയുന്നത് അല്ലെ, ജോസൂട്ടിയുടെ സന്തോഷം എന്ന് പറയുന്നത്. അപ്പൊ മക്കളെ, നമ്മുടെ ജോസൂട്ടി അല്ലെ, ജോസൂട്ടി ഇത്രയും സന്തോഷത്തിലാണുള്ളത് അല്ലെ. അത്രയധികം സന്തോഷം ആർക്കുണ്ട്, നമ്മുടെ ജോസൂട്ടിക്ക് ഉണ്ട് അല്ലെ. അപ്പൊ ജോസൂട്ടി ഈ വിശേഷങ്ങളൊക്കെ ആരോട് പറഞ്ഞു, ജോസൂട്ടിയുടെ ഫ്രണ്ട് ആയിട്ടുള്ള ഗോപുവിനോട് പറഞ്ഞു. അപ്പൊ ഗോപു എന്ത് ചെയ്യാണ്, ജോസൂട്ടിയോട് പറയാണ്, അങ്ങനെയാണെങ്കിൽ ഈ ആഘോഷത്തിൽ പങ്കുചേരാൻ ഞാനും നിന്റെ കൂടെ വരാന്നല്ലേ, ഞാനും ഫുൾ റെഡിയാണെന്ന് പറഞ്ഞിട്ട് ദാ ഗോപുവും വന്നിരിക്കുകയാണ് അല്ലെ. ഗോപുവും വന്നിരിക്കുകയാണ്, ദാ നീ ഒറ്റയ്ക്ക് ചെയ്യണ്ട, ഞാനും ഇല്ലേ, ഞാനും എന്ത് ചെയ്യാം, നിന്റെ കൂടെ വരാന്ന് പറഞ്ഞിട്ട് ഗോപു ഈ ആഘോഷങ്ങളിലൊക്കെ എന്ത് ചെയ്യാണ്, പങ്കുചേരാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം അല്ലെ, ക്രിസ്മസ് ആവുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരാള് കൂടെ നമ്മുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ വരാറുണ്ട് അല്ലേ. അതാരാണ്? ദാ ടീച്ചറിന്റെ ഇടതുവശത്തും വലതുവശത്തും അല്ലെ, ലെഫ്റ്റിലും റൈറ്റിലും നിങ്ങൾ ആരെ കാണുന്നുണ്ട്, ക്രിസ്മസ് അപ്പൂപ്പന്മാരെ കാണുന്നുണ്ട് അല്ലേ. അപ്പൊ ക്രിസ്മസ് ആവുന്ന സമയത്ത് നമുക്കൊക്കെ ഒരുപാട് സമ്മാനങ്ങളുമായിട്ട് വരുന്ന ക്രിസ്മസ് അപ്പൂപ്പന്മാരെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ അല്ലേ, സാന്താക്ലോസ് അല്ലെ, സാന്താക്ലോസ് വരും അല്ലെ, കുറെ സമ്മാനങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ സാന്താക്ലോസും വരാറുണ്ടല്ലേ. നിങ്ങൾ ക്രിസ്മസ് ഒക്കെ ആവുന്ന സമയത്ത് ക്രിസ്മസിൽ നിങ്ങളുടെ നാട്ടിലൊക്കെ കരോൾ ഉണ്ടാവാറുണ്ടോ, ക്രിസ്മസ് കരോൾ ഉണ്ടാവാറുണ്ടോ, ബാൻഡൊക്കെ മുട്ടി ക്രിസ്മസ് അപ്പൂപ്പനെ പോലെ വേഷമൊക്കെ ധരിച്ച്, അതേപോലെ തന്നെ എന്താ ചെണ്ടയൊക്കെ ഉണ്ടാവും അല്ലെ, ചെണ്ടയൊക്കെ ആയിട്ട് കുറേ കുട്ടികൾ ഇങ്ങനെ താലമൊക്കെ പിടിച്ച് അടിപൊളിയായിട്ട് പോകുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ, ക്രിസ്മസ് കരോള് കണ്ടിട്ടില്ലേ നിങ്ങള്? ക്രിസ്മസ് കരോൾ ഉണ്ടാവാറുണ്ടല്ലേ, ക്രിസ്മസ് കരോൾ ഉണ്ടാവാറുണ്ടല്ലേ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഇതൊക്കെ എന്തായാലും അല്ലെ നമ്മുടെ ഒരു ആഘോഷമാണ് അല്ലെ ക്രിസ്മസ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഒത്തുചേർന്ന് ആഘോഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആഘോഷമാണ് അല്ലെ. അപ്പൊ നാട്ടിലൊക്കെ എന്താണ്, ഒരു ഉത്സവത്തിന്റെ ഒരു പ്രതീതിയായിരിക്കും അല്ലെ. ആ ഒരു സമയത്ത് എല്ലാവരും എന്ത് ചെയ്യും, ഒത്തുചേർന്ന് ആഘോഷിക്കുക അല്ലെ, ഒത്തുചേർന്ന് ആഘോഷിക്കും. കുറേ നക്ഷത്രങ്ങളൊക്കെ പിടിച്ചിട്ട് ആളുകൾ പോവാറില്ലേ, നക്ഷത്രങ്ങളൊക്കെ പിടിച്ചിട്ട് ആളുകൾ പോവാറുണ്ട് അല്ലെ. അപ്പൊ ആകാശത്ത് അല്ലെ, ആകാശത്ത് എന്ത് ചെയ്യും, നമ്മള് നക്ഷത്രങ്ങൾ കാണുന്ന പോലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വീട്ടിലും അല്ലെ, വീട്ടിലും എന്ത് ചെയ്യും, നമ്മള് നക്ഷത്രങ്ങൾ അല്ലെ, നക്ഷത്രങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ഇതേപോലെ അല്ലെ, ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യും, നക്ഷത്രങ്ങളും നമ്മൾ എന്ത് ചെയ്യും, തെളിയിക്കാറുണ്ട് അല്ലെ. നമ്മുടെ വീടുകളിൽ നമ്മൾ എന്ത് ചെയ്യും, നക്ഷത്രങ്ങളൊക്കെ തെളിയിക്കാറുണ്ട് അല്ലെ. അതേപോലെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വീടുകളിൽ ക്രിസ്മസ് ട്രീ ഒരുക്കാറുണ്ട് അല്ലെ, ക്രിസ്മസ് ട്രീ ഒരുക്കാറുണ്ട്. നല്ല രസമാണ് അല്ലെ, എല്ലാരും ഒത്തുചേർന്ന് ഇങ്ങനെ എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുക്കുമ്പോൾ ഒരുപാട് രസമാണ് അല്ലെ. അപ്പൊ മക്കളെ, ഇതേ നോക്കിയേ നിങ്ങള്, ടീച്ചറുടെ അടുത്ത് ഒരുപാട് സ്റ്റാർസ് ഉണ്ട് കേട്ടോ, ഒരുപാട് സ്റ്റാർസ് ഉണ്ട്. നിങ്ങൾ ഇതിൽ എത്ര സ്റ്റാർസ് ഉണ്ടെന്നൊന്ന് ടീച്ചറുടെ കൂടെ എണ്ണാവോ? എത്ര സ്റ്റാർസ് ഉണ്ട് നമുക്ക് എണ്ണി നോക്കാം അല്ലെ. ഒന്ന്, 2, 3, 4, 5, 6, 7, 8, 9, 10 അല്ലേ. 10 റെഡ് കളറുള്ള സ്റ്റാർ ഉണ്ട് അല്ലേ ടീച്ചറുടെ അടുത്ത്. എത്ര സ്റ്റാർസ് ആണുള്ളത് നമ്മൾ എണ്ണി അല്ലേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അല്ലെ. 10 എത്ര സ്റ്റാർസ് ഉണ്ട്? 10 ആയിട്ടുള്ള റെഡ് സ്റ്റാർസ് ഉണ്ട് അല്ലെ. 10 റെഡ് സ്റ്റാർസ് ഉണ്ട് നമ്മുടെ കയ്യിൽ അല്ലെ. ഇപ്പൊ ഇതുപോലെ നിങ്ങളും റെഡും യെല്ലോയും ഓറഞ്ചും ബ്ലൂവും ഒക്കെ കളറുള്ള സ്റ്റാർസ് നിങ്ങളും തൂക്കാറുണ്ടല്ലേ. അപ്പൊ നമ്മൾ എല്ലാവരും അല്ലെ വളരെ സന്തോഷത്തോടെ നമ്മൾ എന്ത് ചെയ്യും? ക്രിസ്മസ് ആഘോഷിക്കും അല്ലെ. ക്രിസ്മസ് ആഘോഷിക്കും. അപ്പൊ മക്കളെ, നമ്മളല്ലേ ക്രിസ്മസിനെ കുറിച്ചല്ലേ കുറേ വിശേഷങ്ങള്, ക്രിസ്മസിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? മനസ്സിലാക്കി അല്ലെ. ജോസൂട്ടിയുടെ എല്ലാ വിശേഷങ്ങളും നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു കഴിഞ്ഞല്ലേ. ഇനി നമുക്ക് എങ്ങനെയാണെങ്കിലേ ഈ ക്രിസ്മസ് ആഘോഷത്തിന് നമുക്ക് കുറച്ച് വാക്യങ്ങൾ എഴുതിയാലോ? ക്രിസ്മസ് ആഘോഷത്തെ കുറിച്ച് കുറച്ച് വാക്യങ്ങൾ നമുക്ക് എഴുതാം. ടീച്ചറുടെ കൂടെ വരൂലേ എല്ലാവരും? ദേ നോക്കിയേ, ക്രിസ്മസ് ആഘോഷം അല്ലെ. ക്രിസ്മസ് എത്തി, കരോൾ സംഘം പാട്ടുപാടി
ക്രിസ്മസ് കേക്ക് മുറിച്ചു അല്ലെ. ക്രിസ്മസിന് വളരെ പ്രധാനപ്പെട്ട ഒരാളാണല്ലേ നമ്മുടെ ക്രിസ്മസ് കേക്ക് എന്ന് പറയുന്നത്. നമ്മളൊക്കെ ക്രിസ്മസ് ആവുന്ന സമയത്ത് കേക്ക് മുറിക്കാറില്ലേ? പ്ലം കേക്കും ക്രീം കേക്കും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, മുറിക്കാറുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ കുറെ വിട്ട ഭാഗം ഉണ്ടല്ലോ, ആ വിട്ട ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ക്രിസ്മസ് ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യണം, എഴുതി ചേർക്കണം. അപ്പൊ ടീച്ചർ നിങ്ങൾക്ക് ഏകദേശം ഒരു ഉദാഹരണം കാണിച്ചു തരാം. മക്കൾ എന്ത് ചെയ്യുക, വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഇത് പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. റെഡിയാണോ? അപ്പൊ ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താ, ക്രിസ്മസ് എത്തി അല്ലെ. ക്രിസ്മസ് എത്തി. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെഴുതാം, നക്ഷത്രങ്ങൾ തൂക്കിയെന്ന് എഴുതാം അല്ലെ. നമുക്ക് നക്ഷത്രങ്ങൾ തൂക്കിയെന്ന് എഴുതാം. അപ്പൊ ടീച്ചർ എഴുതുവാണേ, നക്ഷത്രങ്ങൾ തൂക്കി. നക്ഷത്രങ്ങൾ തൂക്കി അല്ലെ. നക്ഷത്രങ്ങൾ തൂക്കി. അപ്പൊ ഇന്നെന്താ എഴുതിയിരിക്കുന്നേ, കരോൾ സംഘം പാട്ടുപാടി അല്ലെ. കരോളിന് എന്ത് ചെയ്യും, പാട്ടൊക്കെ പാടാറുണ്ട് അല്ലെ. അപ്പൊ ക്രിസ്മസിന് നമ്മളെല്ലാവരും ഇങ്ങനെ കൂട്ടമായിട്ട് ഇങ്ങനെ പോവാറില്ലേ, അതിനെയാണ് നമ്മൾ കരോൾ എന്ന് പറയാം. അപ്പൊ ക്രിസ്മസ് കരോളിന് എന്ത് ചെയ്യാറുണ്ട്, പാട്ടൊക്കെ പാടാറുണ്ട് അല്ലെ. പാട്ടൊക്കെ പാടാറുണ്ട്. അപ്പൊ കരോൾ സംഘം പാട്ടുപാടി. പിന്നെ നമുക്ക് എന്ത് ചെയ്താൽ വേണമെങ്കിൽ, ക്രിസ്മസ് അപ്പൂപ്പൻ സമ്മാനം തന്നു അല്ലെ. ക്രിസ്മസ് അപ്പൂപ്പൻ എന്ത് ചെയ്തു, നമുക്ക് സമ്മാനം തന്നു. നമുക്കത് എഴുതാം. ക്രിസ്മസ് അപ്പൂപ്പൻ സമ്മാനം തന്നു. ക്രിസ്മസ് അപ്പൂപ്പൻ സമ്മാനം തന്നു. ക്രിസ്മസ് കേക്ക് മുറിച്ചു അല്ലെ. ക്രിസ്മസ് കേക്ക് മുറിച്ചു. ഇനി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാം അല്ലെ. ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുൽക്കൂട് ഉണ്ടാക്കി നിങ്ങൾക്ക് എഴുതാം അല്ലെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അല്ലെ. തോരണങ്ങൾ തൂക്കിയെന്ന് എഴുതാം അല്ലെ. എന്തൊക്കെ കാര്യങ്ങൾ എഴുതാം നമുക്ക്. അങ്ങനെ ഓരോരുത്തരും എന്ത് ചെയ്യുക, ഇതൊന്ന് സ്വന്തമായിട്ട് പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ആ മക്കളെല്ലാവരും അല്ലെ ജോസൂട്ടും കൂടെ ചേർന്നിട്ട് അല്ലെ, ജോസൂട്ടിയുടെ കൂടെ ചേർന്നിട്ട് നമ്മളെല്ലാവരും എന്ത് ചെയ്തു, നല്ല അടിപൊളിയായിട്ട് ക്രിസ്മസ് ആഘോഷിച്ചു അല്ലെ. ക്രിസ്മസ് ആഘോഷിച്ചു. അപ്പോ ഇനി എന്ത് ചെയ്യാണ്, സ്കൂളില് ക്രിസ്മസ് വരും അല്ലെ. സ്കൂളിൽ ക്രിസ്മസിന് ആഘോഷം വരും. ക്രിസ്മസ് ആഘോഷം ഉണ്ടാവും. നിങ്ങളുടെ വീടുകളിൽ ആഘോഷം ഉണ്ടാവും അല്ലെ. അപ്പൊ പുൽക്കൂട് ഒരുക്കാനും നക്ഷത്രങ്ങൾ തൂക്കാനും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നിട്ടിറങ്ങുക അല്ലെ. അതേപോലെ തന്നെ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ എന്ത് ചെയ്യും, തൂക്കാൻ വേണ്ടി നിൽക്കുമ്പോ നിങ്ങൾ എന്ത് ചെയ്യുക, അവരുടെ കൂടെ തന്നെ അല്ലെ ഇങ്ങനത്തെ ആഘോഷങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, നല്ല മിടുക്കരായിട്ട് പങ്കെടുക്കുക. ഓക്കെ, റെഡി ആണോ? അപ്പൊ നമുക്ക് ഇതേപോലെ മറ്റൊരു ഇമ്പോർട്ടന്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ മക്കളെ, ബൈ.